നമസ്കാരം. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. നിർമ്മാതാക്കളുടെ തമ്മിലെ തർക്കം, സമരപ്രഖ്യാപനം, അവയിലേക്ക് ഒരു അല്പം അയവ് വരുന്ന ഫീൽ ഇപ്പോൾ ഈ പുതിയ തീർച്ചയായിട്ടും അത് ഇപ്പോൾ പറഞ്ഞു പോയതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് സജീവമായ ഒരു ചർച്ച നടത്തി ഒരുപക്ഷെ ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോഴും വാർത്താ സമ്മേളനം തുടരുകയാണ്. ഒരു നിമിഷം, ഇപ്പോൾ സജി നന്ദിയാട്ട് നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ സജി നന്ദിയാട്ട, ഇപ്പോൾ ഒരു മഞ്ഞുരുകളുടെ ഒരു അവസ്ഥ നമുക്ക് മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ? ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് സമരമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം മുന്നിൽ വരുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അതെ. നമ്മളെന്തുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചത്? നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു, അത് സാധിച്ചെടുക്കണം. അത് സാധിക്കാതെ സമരം ഇല്ലാതെ നടക്കില്ല. സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അത് സാധിക്കണമല്ലോ. വെറുതെ സമരം പ്രഖ്യാപിക്കുക, വെറുതെ എന്തെങ്കിലും സംസാരിച്ച് പിരിയുക, അതിനൊന്നും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ആവശ്യം എന്താണ്? നിർമ്മാണ ചെലവ് കുറയണം. ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തികമായ മലയാള സിനിമയുടെ ബഡ്ജറ്റ് മനസ്സിലാക്കി, ഇവിടുത്തെ വിറ്റുവരവ് മനസ്സിലാക്കി അവരും പെരുമാറണം. അത്രയേ ഉള്ളൂ. ഗവൺമെന്റ് ഞങ്ങളുടെ ഡബിൾ ടാക്സ് നിർത്തണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ ജൂൺ 1 മുതൽ സമരം ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ സമരം ചെയ്യും. വെറുതെ ഒരു ചർച്ചയ്ക്ക് കാര്യമില്ല. നമ്മൾക്ക് ചർച്ച ക്രിയാത്മകമാണ്. നമുക്ക് ന്യായമായ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞ ന്യായമായ ആവശ്യമാണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഇൻഡസ്ട്രിയില് കൊച്ചു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിക്ക് താങ്ങാവുന്ന അപ്പുറമാണ് ബഡ്ജറ്റ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. അവർ മനസാക്ഷി കാണിക്കണം. അത് എല്ലാ ആർട്ടിസ്റ്റിന്റെ കാര്യം എല്ലാം പറയാം. ഇപ്പോ മുന്നിൽ നിൽക്കുന്നവർ കുറച്ച് പൈസ കുറച്ച് വന്നുകൊണ്ട് OTT പോലെയുള്ള കാര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ പൈസ കുറച്ചുകൊണ്ട്, നിർമ്മാണ ചെലവ് കുറച്ചുകൊണ്ട് പണം മുടക്കുന്ന പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കണം എന്ന് മാത്രമേ നമ്മൾ ന്യായം ആവശ്യം. അത്ര ന്യായമായ ഒരു ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇപ്പോൾ 2 വട്ടം ചർച്ചകൾ നടക്കുമ്പോൾ സമരത്തിലേക്ക് പോകാതെ ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ താരസംഘടനകൾക്കും പ്രധാനപ്പെട്ട ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അവർക്കെല്ലാം ഇത് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ചർച്ച ഇനിയും നടക്കുമെന്നാണോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടാണ് സമരം എന്ന് പറയുന്നത്. നമ്മൾ സമരം പ്രഖ്യാപിച്ചിട്ട് ജൂൺ 1 മുതലല്ലേ. നമ്മൾ വലിയ സമയം കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ചർച്ചകൾ ആവശ്യമാണ്. ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാനല്ല പറയുന്നത്. മറിച്ച് നിർമ്മാണ ചെലവ് കൂടുന്നു, നമ്മുടെ അവസ്ഥ മോശമാണ്, നമുക്ക് സിനിമയ്ക്ക് ആള് ഇല്ല, സിനിമകൾ പരാജയമാണ്, 199% പരാജയമാണ്. 1000 കോടി രൂപ ഈ വർഷം പോയി. കഴിഞ്ഞ വർഷം 1250 കോടി രൂപ ഞങ്ങളുടെ മെമ്പർമാർക്ക് പോയി. അപ്പൊ ഞങ്ങൾ കൈ കേട്ട് നോക്കിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചേക്ക്. അപ്പൊ പറയും വേറെ പണിക്ക് പോകാൻ പറ്റുന്നത്. വേറെ പണി അറിയത്തില്ലല്ലോ. അപ്പൊ താങ്കൾ ഇപ്പോൾ പത്രപ്രവർത്തനം, താങ്കളോട് പറയാം, താങ്കൾ വേറെ പണിക്ക് പോകാൻ താങ്കൾക്ക് പറ്റുമോ? താങ്കൾ പഠിച്ച പണിയല്ലേ താങ്കൾ ചെയ്യത്തുള്ളൂ. മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചിരുന്നു. ശ്രീ സജി ചെറിയാൻ പറഞ്ഞത് മോഹൻലാൽ, പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ അവർക്കൊരു മൂല്യമുണ്ട്. അവർക്ക് ആ പ്രതിഫലം നൽകേണ്ടി വരും. ആ മൂല്യത്തിനനുസരിച്ചുള്ള താരമൂല്യത്തിനനുസരിച്ചുള്ള പ്രതിഫലം നൽകേണ്ടി വരും. അത് സിനിമയുടെ പരാജയവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നതാണ്. ആ പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ? അതോ ഈ താരങ്ങളായി വലിയ പ്രതിഫലം വാങ്ങുന്നവരും ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൈയച്ച് സഹായിക്കണം എന്നതാണോ? അല്ല, അതിനകത്ത് ഗവൺമെന്റ് തരത്തിൽ നമുക്കൊരു ആനുകൂല്യമില്ല. അപ്പൊ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഡബിൾ ടാക്സ് ഇല്ലാതാക്കാൻ പറയണ്ടേ. വൺ നേഷൻ വൺ ടാക്സ് അല്ലേ. അപ്പൊ സജി ചെറിയാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചെയ്യേണ്ട എന്താണ്? സിനിമയ്ക്ക് എന്താണ് ഇതുവരെ അവർ കൊടുത്തിരിക്കുന്നത്? ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. സിനിമയ്ക്ക് എന്തെങ്കിലും ചെയ്തു എന്നിട്ട് അവർ പറയട്ടെ, ഞങ്ങൾ അവരോട് കൂടെ നിൽക്കുമല്ലോ. സിനിമയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ചരിത്രമേള നടത്തുന്നതിന് പേര് ഞങ്ങൾ സിനിമയ്ക്ക് എന്താ ഗുണം? ഇവിടെ മലയാള സിനിമയ്ക്ക് ഞങ്ങൾ പണം മുടക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞങ്ങളിതൊന്നും ഒരു കോടിക്കണക്കിന് രൂപ ഒരു വർഷം ഗവൺമെന്റ് ഖജനാവിലേക്ക് ചെല്ലുന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ തരണ്ടേ? അത് ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ആരോടും തർക്കത്തിലില്ല. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഭൂരിപക്ഷം ആൾക്കാർ നിൽക്കുന്നത്. കാരണം അവരെയാണല്ലോ ഇഷ്ടം. ഞങ്ങളെ അവിടെ ഇഷ്ടം. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരില്ലേ വളരെ കുറവ്. ഞങ്ങൾ ആർട്ടിസ്റ്റുകളല്ലല്ലോ. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കട്ടന് പുറകെ നിൽക്കുന്നവരല്ലേ. ഞങ്ങളോടാണല്ലോ ആൾക്കാർക്ക് താല്പര്യം. ആർട്ടിസ്റ്റുകളെയാണല്ലോ അവര് ഇങ്ങനെ എന്താ പറയാ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകളാണ് സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടം വരിക. പക്ഷെ ഞങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതേസമയം തന്നെ സജി ചെറിയാൻ മന്ത്രി അല്പം മുമ്പ് പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് നിർമ്മാതാക്കൾ സർക്കാരിനോട് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. മാത്രമല്ല, നല്ല സിനിമ നിർമ്മിക്കാൻ എല്ലാ സഹായവും സർക്കാർ നൽകും. നിർമ്മാതാക്കളും അഭിനേതാക്കളും തമ്മിലുള്ളത് ആഭ്യന്തര പ്രശ്നം മാത്രമാണ്. അവർ തമ്മിലുള്ള പ്രശ്നം അവർ പരിഹരിക്കണം. ധാരണ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നുമാണ് മന്ത്രി പറയുന്നത്.